നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ അപാകമില്ലെന്ന NTAയുടെ വാദങ്ങളെ തള്ളുകയാണ് വിദ്യാർത്ഥികൾ. ഗ്രേസ് മാർക്ക് നൽകി 1500-ലേറെ പേർക്ക് ഉയർന്ന റാങ്ക് ലഭിക്കാൻ ഇടയാക്കിയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയകരമെന്നാണ് മത്സര പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെയും ആക്ഷേപം. പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഇത് ആലപ്പുഴ പുറക്കാട് സ്വദേശിയായ അസ്ന അസീം. ഇക്കൊല്ലം നീറ്റ് പരീക്ഷ റിപ്പീറ്റ് ചെയ്ത അസ്നയ്ക്ക് ലഭിച്ച മാർക്ക് 650. കിട്ടിയ റാങ്ക് 29,000. കഴിഞ്ഞ വർഷം ഇതേ മാർക്ക് ലഭിച്ചവർക്ക് 7,000 വരെയുള്ള റാങ്കാണ് കിട്ടിയത്. ഇക്കൊല്ലം നിരവധി പേർക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്കും അതിനടുത്തുള്ള മാർക്ക് ലഭിച്ചതോടെയാണ് റാങ്ക് പട്ടിക മാറി മറിഞ്ഞത്. പരീക്ഷ പൂർത്തിയാക്കാൻ സമയം കിട്ടാതിരുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. 1500ഓളം പേർക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടിയത്. ഇപ്പം കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എത്ര കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നും NDA സമ്മതിച്ചു തന്നിട്ടില്ല. അവർക്ക് ആർക്കും സ്കോർ കൊടുത്തിട്ടുമില്ല. ഈ പഞ്ചാബ്, ഹരിയാന ഇങ്ങനത്തെ സ്റ്റേറ്റ്സിൽ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ സമയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കുറച്ച് മാർക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. പരീക്ഷ സുതാര്യമാണെന്നും ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നുമാണ് NDAയുടെ ഇന്നലത്തെ വിശദീകരണം. എന്നാൽ ഗ്രേസ് മാർക്ക് അടക്കമുള്ളവരുടെ മാനദണ്ഡം സുതാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ നിയമ നടപടിയിലേക്ക് കടന്നു. ഇപ്പൊ 15 മിനിറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ 60 മാർക്ക് കൊടുക്കുന്ന പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിൽ ആ 60 മാർക്ക് കൊണ്ട് ആ കുട്ടി 15 ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കണമെന്നുണ്ട്. കറക്റ്റ് ആക്കണ ഒരു ചാൻസും ഇല്ല. 623 വാങ്ങിയ ഒരു കുട്ടിക്ക് 720 സ്കോർ കൊടുത്തേക്കും. അതൊക്കെ എന്ത് ന്യായത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നീറ്റ് പരീക്ഷയുടെ റാങ്ക് ഉയർന്നതോടെ നല്ല മാർക്കും റാങ്കും നേടിയ കുട്ടികൾക്ക് പോലും മികച്ച കോളേജുകളിൽ അവസരം ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. റിപ്പോർട്ടർ, ആലപ്പുഴ. ഈ വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നിരവധി ആളുകൾ നമുക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പരിശീലകർ ഇവരെല്ലാവരും നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ വിഷയത്തിൽ കഴമ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. 1, സമയത്തിൻ്റെ പരിമിതി ഗ്രേസ് മാർക്ക് കൊടുക്കാൻ കാരണമായി എന്നാണ്. അതായത് വൈകിയെത്തി 15 മിനിറ്റ് വൈകിയെത്തിയ വിദ്യാർത്ഥിക്ക് 1 മിനിറ്റിന് ഒരു ചോദ്യം എന്ന രീതിയിൽ ഉത്തരം എഴുതുന്നത് കണക്കാക്കി പരമാവധി 60 മാർക്ക് വരെ കൊടുത്തു. ഒരു ചോദ്യത്തിന് 4 മാർക്കാണ്. 15 ചോദ്യങ്ങൾ 15 മിനിറ്റ് വൈകി വന്ന വിദ്യാർത്ഥിക്ക് 60 മാർക്ക് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അതാണ് നമ്പർ 1. നമ്പർ 2, ഇതെല്ലാവർക്കും ഒരേപോലെ കൊടുത്തില്ല. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ അവസരം ലഭ്യമായത്. അവർ കോടതിയിൽ പോയപ്പോഴാണ് ഇത് ലഭ്യമായത്. അവർ പരാതി പറഞ്ഞപ്പോൾ മാത്രമാണ് ലഭ്യമായത്. എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാതെ പോയി. അത് റാങ്കുകൾ ഒരു പ്രത്യേക പ്രദേശത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാഹചര്യം സൃഷ്ടിച്ചു. രണ്ടാമത്തത്, NCERT-യിലടക്കമുള്ള ചില പിശകുകൾ കാരണം ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന മറ്റൊരു വിശദീകരണവുമായും രംഗത്തെത്തി. ഇതും വിശ്വാസയോഗ്യമല്ല. നമ്പർ 3, 720 മാർക്കാണ് ഫുൾ മാർക്ക് വേണ്ടത് എന്നിരിക്കെ ആ 720 മാർക്ക് നേടിയ 67 വിദ്യാർത്ഥികൾ ഉണ്ടായി. അതിൽ 47 വിദ്യാർത്ഥികളും ഇതേപോലെ ഗ്രേസ് മാർക്ക് കിട്ടി വന്നവരാണ് എന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനും അപ്പുറത്തേക്ക് ഈ ജൂൺ മാസം 14-ാം തീയതി വരേണ്ട റിസൾട്ട് ജൂൺ മാസം 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനിടയിലൂടെ ഒളിച്ചു കടത്തി എന്നൊരു ആക്ഷേപവും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇതിൽ 720, 4-ാമത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയം, ഉദാഹരണത്തിന് 720 മാർക്കാണ് ഫുൾ മാർക്ക് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയ ആൾക്ക് 720 മാർക്ക് കിട്ടുന്നു. 2-ാം റാങ്കുകാരന് സ്വാഭാവികമായും എത്രയായിരിക്കും കിട്ടുക? അയാൾ ഒരു ഉത്തരം തെറ്റിച്ചാൽ അയാൾക്ക് 716 മാർക്കാണ് ലഭിക്കേണ്ടത്. പക്ഷേ തീർന്നില്ല, അവിടെ നെഗറ്റീവ് മാർക്ക് കൂടിയുണ്ട്. ഒരുത്തരം ശരിയാക്കിയാൽ 4 മാർക്ക് കിട്ടും. ഉത്തരം തെറ്റിച്ചാൽ -1 ആണ്. അങ്ങനെ വന്നാൽ ഒരു ഉത്തരം തെറ്റിച്ച സ്റ്റുഡൻറ്റിന് അയാൾക്ക് ആ ചോദ്യത്തിനുള്ള 4 മാർക്കും നെഗറ്റീവ് മാർക്കായ 1 മാർക്കും കൂടി നഷ്ടപ്പെട്ടാൽ 5 മാർക്ക് നഷ്ടപ്പെടണം. 720-ൽ നിന്ന് 5 കുറച്ചാൽ ലഭിക്കുന്നതാവട്ടെ 715. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ പലർക്കും 720 മാർക്ക്, 719 മാർക്ക്, 718 മാർക്ക്, 717 മാർക്ക് എന്നിങ്ങനെ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഗ്രേസ് മാർക്കിനെ കുറിച്ച് വ്യത്യസ്ത വിശദീകരണം നൽകാൻ NTA പ്രേരിപ്പിച്ചതും സമ്മർദ്ദം ചെലുത്തിയതും. NTA നൽകിയ വിശദീകരണം ഒട്ടും തൃപ്തികരവുമല്ല എന്നതാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വാദം. നമുക്ക് ഈ വിഷയം